ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വിനീത് വീട്ടിലേക്ക് മടങ്ങിയെത്താണ്. തൻ്റെ മുന്നിലുള്ള സകല വഴികളും അടഞ്ഞിരിക്കുന്നു. ഇത്രയും വലിയ തുക ഇനി ഞാൻ എവിടെ പോയി ഉണ്ടാക്കും എന്നുള്ള ചിന്തയിൽ ഭയന്ന് വിറച്ചാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. ഗംഗയോട് സത്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്നൊരു ചിന്ത വിനീതിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് ഗംഗയുമായിട്ട് സംസാരിക്കുന്നത് വിനീത് ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. അപ്പം ഗംഗയുടെ അടുത്ത് പോയി ഇത്രയും വലിയ തുക നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അറിയിക്കുന്നത് ആലോചിക്കുമ്പോൾ തന്നെ വിനീത് തകർന്നു പോവുക. കാരണം ഗംഗ ഒരിക്കലും പിന്നെ തന്നോട് ക്ഷമിക്കത്തില്ല. എൻ്റെ അനിയത്തിയുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചില്ലേ, ഇത്രയും വലിയ തുക കൊണ്ട് കളയാൻ മാത്രം മണ്ടനാണോ നിങ്ങൾ എന്ന് ചോദിച്ച് ഗംഗ പറയാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വിനീതിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. നിങ്ങളെ ഇനി എനിക്ക് കാണണ്ട, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇപ്പം തന്നെ നിങ്ങൾ ഇറങ്ങിപ്പൊക്കോണം, ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കരുത്, എൻ്റെ അനിയത്തിയുടെ ജീവിതം വെച്ചാ നിങ്ങൾ കളിച്ചത് എന്നും പറഞ്ഞ് നിങ്ങൾ ഇത്രയ്ക്ക് ശ്രദ്ധയില്ലാത്തവനായി പോയല്ലോ വിനീതേട്ടാ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു ഗംഗയാണ് കേട്ടോ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പെട്ടെന്ന് യമുന വന്ന് വിനീതിനെ വിളിക്കുന്നുണ്ട്. വിനീത് ഞെട്ടി ഉണരുകയാണ്. ഗംഗയുടെ ഒരു തിരസ്കരണം അത് തനിക്ക് സഹിക്കാൻ സാധിക്കില്ല. ഗംഗ തന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ജീവിക്കാൻ തനിക്ക് സാധിക്കില്ല. ഗംഗയില്ലാത്തൊരു ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ള ചിന്തയിൽ ആകെ തകർന്നടിഞ്ഞ് വിനീത് അവിടെ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് ഒരിക്കലും തനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി തൻ്റെ മുന്നിൽ ഒരു വഴിയുമില്ല. പക്ഷെ ഗംഗയുടെ സത്യം അതൊരിക്കലും പറയാൻ പറ്റില്ല എന്നൊരു തീരുമാനം തന്നെ വിനീത് എടുക്കുകയാണ്. അപ്പോൾ യമുന വന്ന് വിളിക്കുന്നുണ്ട്. എന്താ വിനീതേട്ടൻ ഈ ലോകത്തൊന്നും അല്ലേ എന്ന് ചോദിക്കുക. വിനീതേട്ടൻ എന്തെങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ല യമുനെ എന്ന് പറയാ. ഗംഗ എവിടെ എന്ന് ചോദിക്കുക. ഗംഗേച്ചി അകത്തുണ്ടല്ലോ എന്ന് അപ്പം പറയണം കേട്ടോ. അപ്പം വിനീതിൻ്റെ കിളി പോയുള്ള നടപ്പ് കാണുമ്പം യമുനയ്ക്ക് സംശയം തോന്നുന്നുണ്ട്. എന്തോ ഉണ്ട്, അല്ലെങ്കിൽ വിനീതേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കേണ്ട എന്ത് കാര്യമുള്ളത് എന്നുള്ള ചിന്ത വരിക. ഇനി ആശുപത്രിയിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാവേരി ചേച്ചിയോ അമ്മയോ വിളിച്ചു പറയുമായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചിന്ത യമുനയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നമ്മുടെ കാവേരിയും ആകെ തകർന്ന് തരിപ്പിണമായിട്ടാണ് നടക്കുന്നത്. ഒരുപാട് പേരോടൊക്കെ കാവേരി പൈസയൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഒരിടത്തു നിന്നും കിട്ടുന്നില്ല. തൻ്റെ മുന്നിൽ ഇനി ഒരു വഴി പോലും ഇല്ല എന്നുള്ള ചിന്ത കാവേരിയെ തകർത്ത് കളയാണ് കേട്ടോ. ഇതേ സമയം കാവേരിയും നമ്മുടെ നിവിനും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഒരു തൂണിനപ്പുറവും ഇപ്പുറവും ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ അവർ പരസ്പരം കാണുന്ന പോലും ഇല്ല. പക്ഷെ കാണേണ്ട ആളത് കൃത്യമായിട്ട് കാണുന്നുണ്ട്, രാഗിണി. അപ്പോൾ കാവേരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിന് ശേഷം രാഗിണി നിവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കാമുകയെ കാണാനായിട്ട് ഇവിടെ വന്നതായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക. നിനക്ക് എന്താ രാഗിണി വേണ്ടത്? എൻ്റെ പിന്നാലെ നടന്ന് നീ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓ, നീ നിന്റെ കാമുകയെ കാണാൻ വന്നതല്ലെന്ന് എൻ്റെ മുന്നിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുമായിരിക്കും അല്ലേ? ഞാൻ 100 തവണ പറഞ്ഞു എനിക്ക് അവളോട് സ്നേഹമുള്ളൂ, തിരിച്ച് അവൾക്ക് എന്നോട് സ്നേഹമില്ലെന്ന്. പിന്നെ ഞാനിപ്പോൾ ഈ കണ്ടത് എന്താ എന്നും ചോദിച്ച് അവർ രണ്ടുപേരും തൂണിനപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന വീഡിയോ രാഗിണി എടുത്ത് കാണിക്കുകയാണ്. അപ്പോഴാണ് നിവിന് പറയുന്നത് തൻ്റെ തൊട്ടരികിൽ കാവേരി ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും തനിക്ക് അവളെ ഒന്ന് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന ചിന്ത നമ്മുടെ നിവിനെ ശരിക്കും തകർത്ത് കളയാ. അപ്പം നീ കണ്ടില്ലായിരുന്നു അല്ലേ എന്ന് ചോദിക്കാം. എല്ലാം മനസ്സിലാകുന്നുണ്ട്. ആൻറ്റിയോടും അങ്കിളിനോട് കള്ളം പറഞ്ഞ് അവളെ കല്യാണം കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയല്ലേ നിവിൻ നീ എന്നെ ചതിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കാം. എനിക്കിപ്പം മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ ഇതെല്ലാം. കൃത്യസമയത്ത് കല്യാണത്തിൻ്റെ അന്ന് തന്നെ അവൾ അവിടെ വന്ന് ബഹളം വെച്ചു. കല്യാണം മുടങ്ങി നീ ഇറങ്ങി പോവുകയും ചെയ്തു. ഇപ്പോഴാ കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. രണ്ടുപേരും കൂടി എൻ്റെ ജീവിതം വെച്ചാൽ കളിച്ചത്. ഇതൊരിക്കലും ഈ രാഗിണി ക്ഷമിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ഒരു കാര്യമില്ല എന്ന് നിവിന് ശരിക്കും ബോധ്യപ്പെടുന്നുണ്ട്. രാഗിണിയുടെ ഈ ടോർച്ചറിങ് ഒരു വിധത്തിലും നിവിന് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതേ സമയം രാഗിണി നേരെ ജയബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കും അച്ഛാ എന്ന് പറയാണ്. അവൻ പിന്നാലെ തന്നെയാ ആ കാവേരിയുടെ. എനിക്കറിയാം അവളെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാ അവൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ രാഗിണി ജീവിച്ചിരിക്കുമ്പം അതിന് സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറയാം. അപ്പം വീണ്ടും കാവേരിയുടെ പിന്നാലെ തന്നെയാണ് നിവിന് എന്നുള്ള വാർത്ത ജയപാലനെ അത്രയധികം ദേഷ്യം ഉണ്ടാക്കുക. അവൻ ജീവിച്ചിരുന്നാളല്ലേ എൻ്റെ മോളെ വഞ്ചിച്ചുകൊണ്ട് കാവേരിയുടെ കഴുത്തിൽ താലി കെട്ടുള്ളൂ. എൻ്റെ മകളെ ചതിച്ച അവൻ ഇനി ജീവിച്ചിരിക്കണ്ട. പെങ്ങളും അളിയനും ഒക്കെ സ്ഥാനം ഞാൻ മറക്കുക. ആരോടും ഈ ജയപാലന് ഇനി ഒരു ബന്ധത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ മകളെ കരയിപ്പിച്ചവരാരും സമാധാനത്തോടെ ജീവിക്കരുത് എന്ന് പറഞ്ഞ് ജയപാലൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അപ്പം അച്ഛൻ പറഞ്ഞ വാർത്തയിൽ ഞെട്ടിത്തെറിച്ച് രാഗിണി നിൽക്കുകയാണ് കേട്ടോ. ഒരിക്കലും നിവിൻ മരിക്കണമെന്ന് രാഗിണി ആഗ്രഹിച്ചിട്ടില്ല. കാരണം നിവിനോട് ആത്മാർത്ഥമായ പ്രണയം തന്നെ രാഗിണിക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നിവിനത് മനസ്സിലാക്കുന്നില്ല.
ഇതേസമയം രാഗിണിയും ഞെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പിന്നാലെ തന്നെ രാഗിണി പോവാണ് കേട്ടോ, അച്ഛൻ അറിയാതെ. ഇതേസമയം ജയപാലൻ നിവിനെ കാണാനായിട്ട് നിവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഓ, നീ തിരുവനന്തപുരത്ത് തന്നെ കളിക്കുന്നത് എന്തിനാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. രാജയോട് നീ കള്ളം പറഞ്ഞ് എറണാകുളത്ത് പഠിക്കാൻ പോവാണെന്ന് അവളെയും അളിയനെയും വിശ്വസിപ്പിച്ച് കാവേരിയുടെ കുടുംബത്തിൻ്റെയും പിന്നാലെ തന്നെ നീ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്ക് നന്നായിട്ടുണ്ടടാ. നീയും നിന്റെ കാമുകിയും കൂടി ചേർന്ന് നശിപ്പിച്ചത് എൻ്റെ മകളുടെ ജീവിതമാ. കല്യാണത്തിൻ്റെ അന്ന് അവൾ അവിടെ വന്ന് ഇത്രയും ഷോ ഇറക്കിയത് നിന്റെ പിൻബലത്തിലാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. നിന്റെ കൂട്ടുകാരിയായിരുന്നില്ലേ ആ പോലീസുകാരി, നീയല്ലേ അവളെ ഇവിടെ കൊണ്ടുപോയി ചാർജ് എടുപ്പിച്ചത്. എല്ലാം എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഈ ജയപാലനെ നശിപ്പിക്കാൻ നോക്കിയിട്ട് നീ ഇനി സമാധാനത്തോടെ ജീവിക്കണ്ടടാ എന്ന് പറയാം. അത് കേൾക്കുന്ന നീയും പറയും, ഓ, നിങ്ങൾ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോ. നിങ്ങളുടെ മകളെ എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു താല്പര്യവും ഇല്ല. ഞാൻ സ്നേഹിച്ചത് കാവേരിയാ. അവൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ തന്നെ കരുതിക്കോ എന്ന് പറയാണ്. അങ്ങനെ കരുതാനൊന്നുമില്ല. എൻ്റെ മകളുടെ കണ്ണീരിന് കാരണക്കാരനായവര് സന്തോഷത്തോടെ ജീവിക്കാൻ ഈ ജയപാലൻ അനുവദിക്കില്ല എന്ന് ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് എൻ്റെ മകളെ അടിച്ച് രാജേശ്വരി നിന്നെയുമായിട്ട് പോയോ, അന്ന് എനിക്ക് രാജ്യവുമായിട്ടുള്ള ബന്ധവും അവസാനിച്ചതാ. ഇനി അവളുടെ കണ്ണീരിനോ ഈ ജയപാലൻ ഒരു വിലയും കൊടുക്കില്ല. ഈ ലോകത്ത് എനിക്ക് വലുത് എൻ്റെ മകള് തന്നെയാ. എൻ്റെ മകളുടെ കണ്ണീരിന് കാരണക്കാരനായ നീ ഇനി ഈ ഭൂലോകത്ത് വേണ്ട എന്ന് ജയപാലൻ പറയാണ്. അപ്പോഴും നിവിനൊന്നും മനസ്സിലാകുന്നില്ല. ജയപാലനാണെങ്കിൽ പോകുന്ന പോക്കിൽ നമ്മുടെ നിവിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം നിവിനാണെങ്കിൽ ചോര വാർന്ന് ആ നടു റോഡിൽ കിടക്കുകയാണ്. അപ്പം ഇതേ സമയം തന്നെ രാഗിണി ആ വഴിക്ക് വരുന്നുണ്ട്. രാഗിണി, നിവിനാണല്ലോ അത്, അച്ഛൻ ഇനി അവനെ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള ഭയത്തോടു കൂടി നിവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് രാഗിണി തന്നെയാണ് നിവിനെ ഒരു വിധത്തിൽ വലിച്ച് തൻ്റെ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പം നിവിൻ കണ്ണു തുറക്കുമ്പം തൊട്ടടുത്ത് നിൽക്കുന്ന രാഗിണിയെ കാണുന്നുണ്ട് കേട്ടോ. നിന്റെ അച്ഛൻ എന്നെ ഇടിച്ചു ഈ പരുവത്തിലാക്കി, അതിനുശേഷം രക്ഷകയെ പോലെ നീ എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചു അല്ലേ എന്ന് ചോദിക്കുക. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല നിവിൻ, ഞാൻ ആ വഴിക്ക് വന്നപ്പം നീ അവിടെ കിടക്കുന്ന കണ്ടു, അതുകൊണ്ട് മാത്രമാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്ന് രാഗിണി പറയുന്നുണ്ട്. പക്ഷെ നിവിന് വിശ്വാസം ഉണ്ടാകുന്നില്ല കേട്ടോ. ഇതേ സമയം നമ്മുടെ നരൻ്റെ വീട്ടിലും ആകെ പ്രശ്നങ്ങളാണ്. നരനെ എങ്ങനെയും കല്യാണം കഴിപ്പിക്കണം, ഈ ഒരു ചിന്ത മാത്രമേ മുത്തശ്ശനും മുത്തശ്ശിക്കും ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് അവനോട് പറയുന്നുണ്ട്. പക്ഷെ നരൻ ഇനി തനിക്കൊരു വിവാഹം വേണ്ട എന്നൊരു ഉറച്ച നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പം നരൻ്റെ ഈ പിടിവാശിയിൽ നമ്മുടെ മുത്തശ്ശിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. മുത്തശ്ശിയാണ് തീരെ വയ്യാതാവും പോവാ അംബികാമ്മ. മുത്തശ്ശിയുടെ അവസ്ഥ കാണുമ്പോഴത്തേക്കും മുത്തശ്ശൻ നരനോട് പറയുന്നുണ്ട്, അംബിക ഈ ലോകത്ത് ആകെ ആഗ്രഹിക്കുന്ന കാര്യം നീ ഒരു കുടുംബമായി ജീവിക്കുന്നതാ. ദയവ് ചെയ്ത് അവളുടെ ആഗ്രഹത്തിന് നീ എതിര് നിൽക്കരുത്. ഞങ്ങളുടെ കാലശേഷം നിനക്ക് ആരാ ഉള്ളത് മോനെ എന്ന് മുത്തശ്ശൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്കാരും വേണ്ട, നിങ്ങളുണ്ടല്ലോ എൻ്റെ കൂടെ. എത്ര നാൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിന്റെ അമ്മയുടെ അച്ഛനും അമ്മയും ഞങ്ങളുടെ പ്രായവും അവസ്ഥയും ഒക്കെ നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എങ്കിലും മറ്റൊരു പെൺകുട്ടിയെ തൻ്റെ ജീവിതത്തിലേക്ക് ഇനി കൊണ്ടുവരാൻ നരൻ ഒരിക്കലും സാധിക്കുന്നില്ല. ഇനിയൊരു ദാമ്പത്യത്തെ പറ്റി ചിന്തിക്കാൻ പോലും നരനെ കൊണ്ട് സാധിക്കുന്നില്ല കേട്ടോ. ഇതേസമയം അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ഗായത്രിയും നരനോട് സംസാരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഒരുപാട് വയ്യായികകളുണ്ട്, നീ ഇങ്ങനെ പിടിവാശിയിൽ നിൽക്കരുത്. അത്രയധികം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നീ ജീവിക്കുന്നത് പോലും മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയാണെന്ന് ഇളയമ്മയ്ക്കറിയാം. അങ്ങനെയുള്ളപ്പം നിന്റെ ഈ പിടിവാശി കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ എന്ന് ഗായത്രി ചോദിക്കുന്നുണ്ട്. ഗായത്രിയുടെ ആ ഒരു ചോദ്യത്തിൽ നമ്മുടെ നരനും ചിന്തിച്ചു പോവാം. താൻ ഈ ലോകത്ത് ജീവിക്കുന്നത് തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയാണ്. താൻ കാരണം അവർക്ക് എന്തെങ്കിലും വയ്യായിക വന്നാൽ അത് തന്നെ കൊണ്ട് ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുവാണ് കേട്ടോ നരനും. അതുകൊണ്ട് തന്നെ അവരെ ബോധിപ്പിക്കാനായിട്ടൊരു കല്യാണം അത് കഴിക്കാം എന്ന് നരനാണെങ്കിലും വാക്ക് കൊടുക്കുകയാണ്. അപ്പം നരൻ്റെ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമാവുക. അവരുടെ മനസ്സിലേക്കും ആദ്യം ഓടിയെത്തുന്നത് കാവേരിയുടെ മുഖമാണ്. കാവേരിയെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ നമ്മുടെ അംബികാമ്മയുടെ മനസ്സിൽ ഓടിയെത്തിയത് നരൻ്റെ കാര്യമാണ്. നരൻ എന്തുകൊണ്ടും ചേരുന്നൊരു പെൺകുട്ടിയായിട്ടാണ് അംബികാമ്മയ്ക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കാവേരിയുടെ വീട്ടുകാരോട് സംസാരിക്കണം, നീളെ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം എന്നൊക്കെ അവർ തീരുമാനിക്കുകയാണ്. ഇതേ സമയം കാവേരി ആണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണമായിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. അപ്പോൾ കാവേരിയെ കാത്ത് നമ്മുടെ വിനീത് വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വിനീത് പ്രതീക്ഷയോടുകൂടി കാവേരിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് മറ്റാരും കാണുന്നില്ല. കാവേരി, ഇനി നമ്മൾ എന്താ ചെയ്യുക, എനിക്കൊന്നും അറിയില്ല വിനീതേട്ടാ എന്ന് കാവേരി പറയാം. നമുക്ക് ഈ കിഡ്നിയൊക്കെ വിൽക്കാൻ
കൊടുക്കാൻ പറ്റില്ലേ? അങ്ങനെയുള്ള ആരെങ്കിലും കണ്ടാലോ എന്ന് ചോദിക്കുക. വിനീതേട്ടൻ എന്താ ഈ പറയുന്നത്? അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഞാനതിന് സമ്മതിച്ച് തരികയും ചെയ്യില്ല. പിന്നെ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഗംഗ ഈ സത്യം അറിഞ്ഞാൽ അവൾ പിന്നെ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല. ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ നേടിയതാ ഈ ജീവിതം, അതെനിക്ക് നഷ്ടപ്പെടും. ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല. നമുക്ക് നോക്കാം, എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. ഞാൻ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവർ സഹായിക്കാതിരിക്കില്ല വിനീതേട്ട എന്ന് കാവേരി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ.